എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖാണോ? അപ്പോൾ ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ റെസിപ്പി കണ്ടാലോ? ഇന്ന് നല്ലൊരു അടിപൊളി ബീഫ് കറിയുടെ റെസിപ്പി ആട്ടാ. നല്ല തിക്ക് ബ്ലാക്ക് കളറിൽ ഉണ്ടാക്കിയ ബീഫ്. അപ്പോൾ ഈ ടേസ്റ്റി ബീഫിൻ്റെ റെസിപ്പി കണ്ടാലോ? ഞാനിവിടെ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുകും ജീരകവും ചേർത്ത്, പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി ചേർത്ത് കൊടുത്ത് അത് നല്ലോണം ഒന്ന് വഴറ്റി അതിലേക്ക് പച്ചമുളക്, നീളത്തിലരിഞ്ഞ പച്ചമുളക്, പിന്നെ അതിലേക്ക് ഒരു 2 വലിയ സവാള അരിഞ്ഞതും, പിന്നെ ഒരു 10-15 ചെറിയ ഉള്ളി തൊലി കളഞ്ഞതും, അത് അരിഞ്ഞിട്ടൊന്നുമില്ല, അത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു 3/4 കിലോളം ബീഫ് ചേർത്ത് കൊടുക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ്. ഈ സമയത്ത് വേണം നിങ്ങൾക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഈ അടച്ച് വെച്ച് കുക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൽ നിന്ന് വെള്ളം വരും കേട്ടോ. ഇതിൽ ഞാൻ ഒരു തുള്ളി പോലും വെള്ളം ഒഴിച്ചിട്ടില്ല. ഇത് ബീഫിൽ നിന്ന് വന്നിട്ടുള്ള വെള്ളമാണ്. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. പിന്നെ എനിക്ക് ഇങ്ങനെ ബീഫ് ചട്ടിയിൽ ചെയ്തെടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇത് ഞാൻ വറുത്ത് വെച്ചിരിക്കുന്ന മല്ലിപ്പൊടിയാണ്. ഒരു 4 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി വറുത്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇതിലേക്ക് മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി ഇതുകൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. മല്ലിപ്പൊടി മാത്രമാണ് ഞാൻ വറുത്തെടുത്തിട്ടുള്ളൂ കേട്ടോ. വേറൊന്നും വറുത്തെടുത്തിട്ടില്ല. വേറെ എല്ലാം ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കുക ചെയ്തിട്ടുള്ളൂ. ഇനി ഈ മസാലകളെല്ലാം ബീഫിൽ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം, ഒരേ ഒരു കപ്പ് വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പില ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതും ചേർത്ത് കൊടുത്ത് അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക. സ്ലോ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഒരു 10-20 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചെടുത്താൽ നമുക്ക് ഈ സ്റ്റൈലായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ബീഫ്, കുറുകിയെടുത്തിട്ടുള്ള ബീഫ് ഇങ്ങനെ കിട്ടും. ഇതിൻ്റെ മണം ശരിക്കും പറഞ്ഞാൽ അടിപൊളിയായിട്ടാ. കൂടെ കഴിക്കാനുള്ള സാധനമൊന്നും റെഡി ആയിട്ടില്ലെങ്കിൽ പോലും നമുക്കിതങ്ങ് എടുത്ത് തിന്നാൻ തോന്നും. അത്രയും നല്ല സ്മെല്ലാണ്. ഇനി ഇതിലുള്ള സ്മെല്ല് കൂട്ടാനും രുചി കൂട്ടാനുള്ള നെക്സ്റ്റ് സാധനം വെളിച്ചെണ്ണ. കുറച്ച് കൂടുതലായിട്ട് തന്നെ ഞാൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്ത് വെച്ചാൽ നോക്കിയേ, അടിപൊളി ബീഫ് കറി റെഡി. ഇത് ബീഫ് കറി രൂപത്തിലൊന്നുമല്ല, ഭയങ്കര തിക്ക് ഗ്രേവിയാണ് ഇതിൽ. ഇത് നല്ല പത്തിരിയുടെയും പൊറോട്ടൻ്റെ കൂടെ അടിപൊളിയായിരിക്കും. സോ ലെറ്റ്സ് ട്രൈ. അപ്പോൾ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.